ആദ്യം തന്നെ സോറി പറയട്ടെ. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണവും മറ്റു ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ കുറേ നാളായി എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. സോറി. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് മഴയുടെ ചെറിയ ശബ്ദം കൂടി ഉണ്ടാവും. 13ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. സൂഹയും ഹേസുങ്ങും കൂടെ രാത്രി ബസ്സിൽ പോവാണ്. അവൾ പറയും, നിൻ്റെ ഇന്നസെൻസ് ഇപ്പോൾ തെളിഞ്ഞതുകൊണ്ട് നിനക്കിനി പേടിക്കാനൊന്നുമില്ല. നിനക്ക് നിൻ്റെ ഓർമ്മ മാത്രം ഇതുവരെ തിരിച്ചു കിട്ടിയില്ലേ? അവൻ അവളെ നോക്കാതെ ഇല്ലെന്ന് നുണ പറയും. നിനക്കത് തിരിച്ചു കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? നിൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്തോണം. പിന്നെ എന്നെക്കുറിച്ച് അന്വേഷിക്കരുത്. അതെന്താ അങ്ങനെ? നമുക്ക് പിന്നെ ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ ആശ്രയിച്ച് നിൽക്കാതെ നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിക്കോണം. നിന്നെ ആശ്രയിച്ചോ? ഞാൻ അതാണോ ചെയ്യുന്നേ? അവൾ മനസ്സിൽ ചിന്തിക്കും. ഞാൻ കുറച്ച് ഹാർഷായി പോയോ? ഇല്ല, ഞാൻ സോഫ്റ്റായി നിന്ന അവനോടുള്ള ഫീലിങ്സ് കട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവളുടെ മനസ്സ് വായിച്ച സൂഹ അത് കേട്ട് അത്ഭുതപ്പെടും. അവൾ വീണ്ടും ചിന്തിക്കുവാണ്, എനിക്കെൻ്റെ ഫീലിങ്സ് കട്ട് ചെയ്യാൻ കഴിയുമോ? അവൻ പോകുന്നത് വരെ എൻ്റെ ഫീലിങ്സ് എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. അവൻ അത് കേട്ട് വീണ്ടും അതിനൊരു വഴിയില്ലെന്ന് മനസ്സിലോർക്കും. നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ലേ? എന്നെ ശല്യമായിട്ടാണോ കരുതുന്നേ? ആ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷേ ശരിക്കും അവൾ മനസ്സിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിട്ട് പോകണമെന്ന് നിനക്കുണ്ടോ? ആ, നീ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ശരിക്കും മനസ്സിൽ നീ എൻ്റെ കൂടെ നിൽക്കുമോ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ഇത് മനസ്സിലായ സൂഹ അവൻ ഓർക്കും, നിൻ്റെ ചുണ്ടുകൾ നുണ പറയുമ്പോൾ നിൻ്റെ കണ്ണുകൾ എന്നോട് സത്യം പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 11 വർഷമായി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് നിൻ്റെ കണ്ണുകൾ എന്നോട് പറയുന്നത്. പക്ഷേ നിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാനതൊന്നും കേട്ടിട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഇപ്പോൾ ഡോഹുൻ അവളുടെ വീട്ടിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് വരുവാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാൽജുങ് അവളുടെ പുറകെ വന്ന്, നീ ഡേസുക്കിൻ്റെ മകളല്ലേ? അവളെ പേടിച്ച് പുറകോട്ട് നടക്കും. അയാൾ അവളെ പിടിച്ച് ഡേസുക്കിനെ വിളിക്ക് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവൾ അയാളെ തള്ളി മാറ്റി വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ നിലത്ത് വീണ് കിടപ്പുണ്ടാവും. അവൾ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് അയാളെ തട്ടി വിളിക്കും. അപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ദാൽജുങ്ങിനെ കണ്ടതും ജഡ്ജിയുടെ മുഖം ആകെ മാറും. വേഗം ആംബുലൻസ് വിളിക്കാൻ ഡോഹുൻ അമ്മയോട് പറയും. ജഡ്ജി പേടിച്ച് മാറി നിൽക്കുവാണ്. അവളിത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയും, CT സ്കാൻ കണ്ടിട്ട് അദ്ദേഹത്തിന് ഇനി സർജറി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അയാൾക്കിനി അധികകാലം ഉണ്ടാവില്ലെന്നാണോ പറയുന്നത്? അതെ, കൂടിപ്പോയ 3-4 മാസം. പോലീസുകാർ അങ്ങോട്ട് വരും. അയാൾക്കിത് എന്ത് പറ്റി? ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അയാൾ ഒരാളെ കുത്തി. ഇപ്പോൾ ദേ നിങ്ങളുടെ പുറകെ വന്നിരിക്കുന്നു. അയാൾ ഒരാളെ കുത്തിയെന്നോ? അതെന്തിനാ? അയാളെ ചോദ്യം ചെയ്യാതെ അതറിയില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ അയാളുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ സൂഹയെ കാണിക്കും. അവൻ ഹേസുങ്ങിന് ഫോൺ എടുത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണെന്ന് തോന്നുന്നു. ഹേസുങ് വരുമ്പോൾ അവൻ ഫോൺ താഴെ വയ്ക്കും. നീ ഓഫീസിൽ പോവാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ എന്ന് അവൻ ചോദിക്കും. ഇല്ല, എനിക്ക് വിശക്കുന്നില്ല എന്ന് അവൾ മറുപടി പറയും. എൻ്റെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യാനല്ലേ കഴിക്കാതെ പോകുന്നത്. ഞാൻ പുറത്ത് നിൽക്കാം, കഴിച്ചിട്ട് വന്നാൽ മതി. ഹേയ്, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് വെച്ച് എന്നെ ഒരു കുട്ടിയെപ്പോലെ ട്രീറ്റ് ചെയ്യണ്ട. പെട്ടെന്ന് അവൾ എന്തോ കണ്ട് പേടിച്ച് കാറി അവൻ്റെ പുറത്തേക്ക് വലിഞ്ഞു കയറും. പാറ്റ 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 എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കും. എവിടെയെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ താഴേക്ക് ചൂണ്ടിക്കാണിക്കും. അവനത് കണ്ടിട്ട് അത് തണ്ണിമത്തൻ്റെ കുരു പോലെ ഉണ്ടല്ലോ. അവളും ഒന്നുകൂടെ അത് നോക്കും. അബദ്ധം മനസ്സിലായി താഴേക്കിറങ്ങും. നാണക്കേട്, ആകെ നാണം കെട്ട് നാറി ഞാൻ എന്ത് ചെയ്യുന്ന അവൾ മനസ്സിൽ വിചാരിക്കും. അവനിതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അവനൊരു പേപ്പർ എടുത്ത് കുരുവെല്ലാം വാരി വൃത്തിയാക്കും. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുക, വേഗം ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വാ, ഞാൻ ഓഫീസിൽ കൊണ്ടാക്കാം. അവൾ മനസ്സിലോർക്കും, എനിക്ക് അവനോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലയെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ മിൻകുക്ക് കാരണം അതിനും പറ്റുന്നില്ലല്ലോ. എൻ്റെ അക്കാദമി നിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. വൈകുന്നേരം ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. കഴിച്ചിട്ട് പുറത്തേക്ക് വന്ന് പറഞ്ഞ് അവൻ ബാഗ് എടുത്ത് തിരിയും. സൂഹ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇപ്പോൾ അവർ രണ്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ഇത്തവണ നിൻ്റെ കേസ് എന്താ? അതൊരു കൊലപാതക ശ്രമത്തിൻ്റെ കേസാണ്. ഭാര്യ അവരുടെ ഭർത്താവിനെ കുത്തി. ഞാൻ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ചെയ്തതാണെന്ന് വാദിക്കാൻ പോവാം. കേസ് ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അത് ഇമ്പോസിബിളാണ്. നമ്മുടെ സെൽഫ് ഡിഫെൻസിൻ്റെ ഒരു കേസ് ജയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെന്തിനാണ് നീ അത് ചെയ്യുന്നേ? ഡിഫൻഡൻറ്റിന് അതാ വേണ്ടി. പിന്നെ ഞാൻ കിണഞ്ഞ് ശ്രമിച്ചാൽ ഒരുപക്ഷെ ജയിക്കുമായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ രണ്ടും കൂടെ ഓഫീസിലേക്ക് പോവാണ്. സൂഹയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വീട്ടിലെ ലാൻഡ് ഫോണ് ബെല്ലടിക്കുന്നത് കേൾക്കാം. അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ആരാണെന്ന് അറിയില്ല.
സൂഹയും ഹേസുങ്ങും കൂടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുവാണ്. ഹേസുങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ചിന്തിക്കുന്ന കാര്യം സൂഹയ്ക്ക് മനസ്സിലാവും. ഞാൻ എങ്ങനെയാ ലോയർ ചായക്ക് നന്ദി പറയുക? അയാൾ സൂഹയ്ക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. ഭക്ഷണം മേടിച്ചു കൊടുത്താൽ മതിയാവോ? എനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനേ ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലായ സൂഹ പറയും, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ലോയർ ചായക്ക് എന്താ ഇഷ്ടമുള്ളത്? നീ എന്താ പെട്ടെന്ന് ഇത് ചോദിക്കുന്നേ? എനിക്ക് അയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. എൻ്റെ കേസ് ഒഴിവാക്കാൻ അയാൾ എത്ര പണിയെടുത്തുവെന്ന് എനിക്കറിയാം. ഞാൻ അയാൾക്ക് എന്തെങ്കിലും പകരം കൊടുക്കണം. ആണോ? അയാൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അയാൾക്ക് ഹൈക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞതുപോലെ തോന്നുന്നു. ഹൈക്കിങ്ങോ? സൂഹി ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി അടിപൊളി ഒരു ഷൂ വാങ്ങും. എന്നിട്ട് അതുമായി ചായയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്തതിന് താങ്ക് യു എന്ന് പറയും. ഇതെന്താ? നിങ്ങൾക്ക് ഹൈക്കിംഗ് ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് ഒരു ഷൂ വാങ്ങിക്കൊണ്ട് വന്നതാണ്. നിങ്ങളുടെ ലീഗൽ ഫീസിന് ഇത് മതിയാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് അടയ്ക്കാം. താങ്ക്സ്. ഫീസിൻ്റെ കാര്യം മറന്നേക്ക്. പകരം എന്നെ ഒന്ന് ലക്ക് വിഷ് ചെയ്താൽ മതി. അതെന്തിനാ? ഞാൻ പബ്ലിക് ഡിഫൻസ് പൊസിഷനിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പോവാം. എനിക്ക് തിരിച്ചു വരാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. നീ എന്നെ വിഷ് ചെയ്യുന്നില്ലേ? ഞാനത് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കറിയാം എന്ന് പറഞ്ഞ് ചാച്ചിരിക്കും. സൂഹി ഇപ്പോൾ പോലീസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാനുള്ള പരസ്യത്തിന് മുൻപിൽ നിൽക്കുവാണ്. ചാ പണ്ട് പറഞ്ഞ കാര്യം അവൻ ഓർക്കും. സൂഹ, നീ ഒരു അഡൾട്ടിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാതെ ശരിക്കും ഒരു അഡൾട്ടായി പെരുമാറ്. ഒരു സ്യൂട്ട് ഇട്ടതുകൊണ്ട് നീ വലിയ ആളാവില്ല. അവൻ എന്തോ തീരുമാനിച്ച് അവിടെ നിന്ന് ഒരു ബ്രോഷർ എടുത്ത് പോകും. മൂത്ത വക്കീലിൻ്റെ കാർ ഇപ്പോൾ ചീറിപ്പാഞ്ഞ് പോകുന്ന കാണാം. അയാൾ ദേഷ്യപ്പെട്ട് ദാൽജുങ്ങിനോട് ചോദിക്കും, ഇതെന്താ നീ ചെയ്തേ? കൊലപാതക ശ്രമമോ? ആ, ഞാൻ അവളെ കൊല്ലേണ്ടതായിരുന്നു, പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇതാ നിനക്ക് പറയാനുള്ളേ? ഇത്രയും കാലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ നീ ഒരാളെ കുത്തിയെന്നോ? അത് അവളായിരുന്നു. 26 വർഷം മുമ്പ് ഞാൻ കൊന്നു എന്ന് പറഞ്ഞയാൾ. എന്ത്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ 26 വർഷം മുമ്പ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാനും കരുതി. ഞാൻ കുടിച്ച് ബോധം കെട്ട് അത്ര ക്രൂരമായി അവളെ കൊന്നിട്ടുണ്ടാവാമെന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. 26 വർഷമായി ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ഇവിടെ കിടന്ന് നരകിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും എനിക്കിവിടെ നഷ്ടമായെന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയും. അതുകൊണ്ടാണോ നീ അവളെ കുത്തിയത്? അതെ, അവൾ മരിക്കേണ്ടതായിരുന്നു. ഞാൻ കുത്തിയത് ഒരു മനുഷ്യനെയല്ല, ഒരു പ്രേതത്തെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നസെൻ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഞാൻ കുറ്റക്കാരനല്ലെന്ന വിധി നേടിത്തരണം. നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞ് അയാൾ കരയും. ഇപ്പോൾ ഡോഹുനിൻ്റെ വീട്ടിൽ അമ്മ. അപ്പോൾ നീ പറയുന്നത് 26 വർഷം മുമ്പ് മരിച്ച ഒരാൾ തിരിച്ചു വന്നെന്നോ? അങ്ങനെ അയാൾ പറയുന്നത്. പക്ഷേ അത് വെറും നോൺസെൻസാണ്. അയാൾ എന്തിനാ 26 വർഷം മുമ്പ് ഭാര്യയെ കൊന്നതെന്ന് അമ്മ ചോദിക്കും. അയാളുടെ ഭാര്യയ്ക്ക് വേറൊരാളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഭർത്താവിന് ഒരുപാട് കടമുള്ളത് കൊണ്ട് അയാളെ ഇട്ടിട്ട് പോകുമെന്ന് അവർ എപ്പോഴും പറഞ്ഞിരുന്നു. ഇത്രയും കാലം ജയിലിൽ കിടന്നെങ്കിൽ പിന്നെ എന്തിനാ അയാൾ ഒരാളെ കുത്തിയേ? അയാളൊരു ബോൺ ക്രിമിനലാണ്. നിനക്കാണോ ഈ കേസിൻ്റെ ചാർജ്? അതെ, അത് ടഫായിരിക്കും, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ജഡ്ജി ഫോൺ എടുത്ത് ഒരാളെ വിളിക്കും. ഹലോ ചീഫ്, ഞാനൊരു സഹായം ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. ദാൽജുങ്ങിൻ്റെ കേസില്ലേ, അത് എൻ്റെ മകൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇപ്പോൾ കോടതി മുറിയിൽ മൂത്ത വക്കീലിനെ കാണിക്കും. അവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ അങ്ങോട്ട് കയറിപ്പോകും. ഡോഹൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ കേസിലെ ഡിഫൻഡൻറ്റും വിക്റ്റിമായ അവരുടെ ഹസ്ബൻഡും തമ്മിൽ നിരന്തരമായ ഫാമിലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജൂൺ 30 വൈകുന്നേരം ഡിന്നർ കൃത്യസമയത്ത് ആയില്ലെന്ന് പറഞ്ഞ് വിക്റ്റിം ഡിഫൻഡൻറ്റിൻ്റെ മുഖത്തടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. സഹിക്കെട്ട ഡിഫൻഡൻറ്റ് അടുക്കളയിൽ കത്തി ഉപയോഗിച്ച് വിക്റ്റിമിൻ്റെ കഴുത്തിൽ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ ഇവർക്കെതിരെ കൊലപാതക ശ്രമം ചാർജ് ചെയ്തിരിക്കുന്നു. ഡിഫൻസ് കൗൺസിലിന് അവരുടെ ഭാഗം അറിയിക്കാമെന്ന് ജഡ്ജ് പറയും. ഹേസുങ് എഴുന്നേറ്റ് നിൽക്കും. ഈ കേസിലെ ചില കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നു. എങ്കിലും ഡിഫൻഡൻറ്റ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് കുറ്റം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതേ സമയം ലോയർ ചായയും കാണിക്കും. അയാൾ പബ്ലിക് ഡിഫൻഡർ പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ. വീണ്ടും കോടതിയിൽ ഡിഫൻഡൻറ്റ് സ്വയം പ്രതിരോധത്തിന് ചെയ്തു എന്ന് പറഞ്ഞാലും കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കഴുത്തിന് മുറിവേൽപ്പിച്ചത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. വിക്ടിമിൻ്റെ നേരെ കത്തി ഓങ്ങുന്നതിന് മുമ്പ് അവർക്ക് പോലീസിനെയോ അയൽക്കാരെയോ സഹായത്തിന് വിളിക്കാമായിരുന്നു. അത്ര അടുത്താണ് മറ്റു വീടുകളുള്ളത്.
സ്വയം പ്രതിരോധത്തിന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും വഴി അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. ഹേസുങ് എഴുന്നേറ്റ് വന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു മറ്റെന്തെങ്കിലും വഴി നോക്കാമായിരുന്നുവെന്ന്. അത് സാധ്യമാണോ എന്ന് ഞാനൊരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കി. ഇതും പറഞ്ഞ് അവളൊരു വീഡിയോ പ്ലേ ചെയ്യും. വിക്ടിമിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി മ്യൂസിക് പ്ലേ ചെയ്യുവാണ്. അയൽക്കാരെല്ലാം വിളിച്ചു ചോദിക്കും, ആരാ അത്? ആ മ്യൂസിക് ഓഫ് ചെയ്യുക, ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ മ്യൂസിക് ഓൺ ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് അയൽക്കാരനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ മ്യൂസിക്കിന് പകരം ഞാൻ മറ്റൊരു കാര്യം പ്ലേ ചെയ്തപ്പോൾ വളരെ സ്ട്രേഞ്ചായ റിസൾട്ടാണ് വന്നത്. ഇപ്പോൾ അവൾ ഡിഫൻഡൻറ്റും വിക്ടിമും തമ്മിലുള്ള വഴക്കിൻ്റെ ശബ്ദം പ്ലേ ചെയ്യും. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ, ഈ മനുഷ്യനെ കൊല്ലാൻ പോവാ, പ്ലീസ് ഒന്ന് പോലീസിനെ വിളിക്കുമോ? ഞാൻ മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അയൽക്കാർ ശബ്ദമുയർത്തി. എന്നാൽ ഈ സ്ത്രീയുടെ നിലവിളി കേട്ടിട്ട് ആരും പ്രതികരിച്ചില്ല. 5 മിനിറ്റിന് ശേഷവും അവിടെ ഒരു പോലീസ് പോലും എത്തിയില്ല. ഡിഫൻഡൻറ്റ് ഒരുപാട് തവണ അയൽക്കാരെയും പോലീസിനെയും വിളിച്ചു. പക്ഷെ ഓരോ തവണയും നിശബ്ദത മാത്രമായിരുന്നു ഫലം. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കുറ്റമെന്ന് വാദിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാവരും സൈലൻ്റ് ആയിരുന്നാൽ അവർക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം കൈ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. വീണ്ടും ലോയർ ചായയുടെ ഇൻ്റർവ്യൂ കാണിക്കും. നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ഒരിക്കൽ ഈ ജോലി ഉപേക്ഷിച്ചു പോയതാണല്ലേ, വീണ്ടും അങ്ങനെ തന്നെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കെങ്ങനെ അറിയാം? അതെ, പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജാണ്. ഒരു പബ്ലിക് ഡിഫൻഡർ എങ്ങനെയാണെന്ന ഫാൻറ്റസി എനിക്കിനി ഉണ്ടാകില്ല. ഒരു അറ്റോർണിയുടെ ഇമ്മച്ചുറായുള്ള ചിന്താഗതികൾ എത്ര ഡേഞ്ചറസ് ആണെന്ന് എനിക്കറിയാം. അതെനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളുണ്ട്. അതാരാ? എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അറ്റോർണി ഹേസുങ്. ഇപ്പോൾ ഹേസുങ് പുറത്തേക്ക് വരുവാണ്. ഡോഹന് വന്ന് അവളോട് പറയും, നീ ഇന്ന് ലോയർ ചായ ആണെന്നാണ് ഞാൻ കരുതിയേ. വീഡിയോ ക്ലിപ്പ് വരെ കൊണ്ടുവന്ന് ഷോ ഇറക്കിയല്ലോ. എപ്പോൾ മുതലാണ് നീ ചായയെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? അത് ഇമിറ്റേഷൻ അല്ല, ലേണിംഗ് ആണെന്ന് അവൾ പറയും. ലോയർ ചായയിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതെന്തെങ്കിലും പ്രശ്നമാണോ? ഇപ്പോൾ ചായയും അതുപോലെ തന്നെ. ഞാൻ അറ്റോർണി ഹേസുങ്ങിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സ്വന്തം കക്ഷിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എത്ര ഡേഞ്ചറസ് ആണെന്ന് ഞാൻ പഠിച്ചു. അനുകമ്പ മാത്രമാണുള്ളതെങ്കിൽ ഒരു ഡിഫൻസ് ലോയർ വെറും യൂസ്ലെസ് ആണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? അതെ, ഉണ്ട്. ഞാനും ഹെസും കൂടി ഞങ്ങൾ പബ്ലിക് ഡിഫൻഡേഴ്സ് ആവേണ്ടതിനുള്ള ഒരിക്കലും നിഷേധിക്കാനാവാത്ത കാരണം കണ്ടെത്തി. ഞങ്ങൾ ജയിലിൽ കിടന്ന് നശിച്ചു പോകേണ്ടിയിരുന്ന ഇന്നസെൻ്റ് ആയ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തി. അവനിപ്പോൾ നോർമലായ ഒരു ജീവിതം ജീവിക്കുവാണ്. അവൻ്റെ ജീവിതമാണ് ഞങ്ങൾ രണ്ടുപേരും പബ്ലിക് ഡിഫൻഡേഴ്സായി തുടരാനുള്ള കാരണവും പാഷനും. ഇപ്പോൾ ഡോഹനിൻ്റെ ഓഫീസിൽ അവൾ വന്നിട്ട് ദാൽജുങ്ങിൻ്റെ കേസ് എപ്പോഴാണെന്ന് അസിസ്റ്റൻറ്റിനോട് ചോദിക്കും. ദാൽജുങ്ങിൻ്റെ കേസ് ഇപ്പോൾ എനിക്കാണെന്ന് ഡോഹനിൻ്റെ കൂട്ടുകാരൻ പ്രോസിക്യൂട്ടർ പറയും. അതെന്താ പെട്ടെന്ന് അത് നിന്നെ ഏൽപ്പിച്ച്? എനിക്കെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഈ കേസിൽ ഒരുപാട് വർക്ക് ചെയ്തു കഴിഞ്ഞു. ഹേ, എനിക്ക് അഡീഷണൽ വർക്ക് ഏറ്റെടുക്കാൻ ഇഷ്ടമുണ്ടെന്ന് നീ കരുതുന്നേ? ഈ ചീഫ് പ്രോസിക്യൂട്ടർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നേ? എനിക്കും അതറിയില്ല. പക്ഷേ നിൻ്റെ അച്ഛൻ അയാളെ വിളിച്ചു എന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനോ?